നമസ്കാരം. നമുക്കെല്ലാവർക്കും ഭഗവത്ഗീതയെപ്പറ്റി കേട്ടറിവുണ്ടാകും അല്ലേ? എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകം വിട്ടുപോകുന്നതിന് തൊട്ടുമുൻപ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉദ്ധവന് ഒരു അവസാന ഉപദേശം നൽകുന്നുണ്ട്. ആ സംഭാഷണമാണ് ഉദ്ധവഗീത. ഒരു യുഗത്തിന്റെ അവസാനത്തിൽ സ്നേഹത്തെയും നഷ്ടത്തെയും കുറിച്ച് നൽകിയ ആ ജ്ഞാനത്തിൽ നമുക്കായി എന്താണ് കരുതിവച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ഭഗവാൻ കൃഷ്ണൻ തന്റെ ഭൗതികമായ രൂപം വെടിഞ്ഞ് മടങ്ങാൻ പോകുകയാണ്. ഈ വാർത്ത അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഉദ്ധവനെ വല്ലാതെ ഉലച്ചു. കൃഷ്ണനില്ലാത്തൊരു ലോകം, അതെങ്ങനെ സങ്കൽപ്പിക്കും? ആ ശൂന്യതയെ എങ്ങനെ മറികടക്കും? ഈ ഒരു ഉത്കണ്ഠയിൽ നിന്നാണ് ഉദ്ധവഗീതയുടെ തുടക്കം. അപ്പോ കൃഷ്ണന്റെ ഈ അവസാനത്തെ പാഠം തുടങ്ങുന്നത് തന്നെ ആസക്തി എന്ന വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ്. ഉദ്ധവന്റെ ചോദ്യം ലളിതമായിരുന്നു, പക്ഷെ അത് വളരെ ആഴമുള്ളതായിരുന്നു. നമുക്ക് പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ, ദൈവം കൂടെയില്ലാന്ന് തോന്നുമ്പോൾ, ആ ദൈവികതയുമായി നമ്മൾ എങ്ങനെയാണ് ഒരു ബന്ധം സ്ഥാപിക്കുക? ഈ ചോദ്യം ഒരുപക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ഒന്നായിരിക്കും, അല്ലേ? ഇതിന് മറുപടിയായിട്ട് കൃഷ്ണൻ രണ്ട് കഥകളിലൂടെ ആസക്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. കൃഷ്ണന്റെ ആദ്യത്തെ പാഠം ഒരു മുന്നറിയിപ്പാണ്. സ്നേഹം എപ്പോഴാണൊരു കെണിയായി മാറുന്നത്, അനിയന്ത്രിതമായ ആസക്തി എത്രത്തോളം അപകടകരമാണെന്ന് കാണിക്കാൻ അദ്ദേഹം ഒരു പ്രാവിന്റെ കഥ പറഞ്ഞു തരുന്നു. വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഒരു പ്രാവ് കുടുംബം. ലോകത്തിന്റെ മായാശക്തിയിൽ കുടുങ്ങി അവർ പരസ്പരം ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നതിലായിരുന്നു അവരുടെ ലോകം. അവരുടെ ഏറ്റവും വലിയ സന്തോഷവും അതുതന്നെയായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. മാതാപിതാക്കൾ ഭക്ഷണം തേടി പുറത്തുപോയൊരു ദിവസം ഒരു വേട്ടക്കാരൻ ആ പ്രാവിൻ കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ചു. അവൻ തന്റെ വലയെറിഞ്ഞ് അവരെ പിടികൂടി. തിരിച്ചെത്തിയ തള്ളപ്രാവ് കാണുന്നത് ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ്. തന്റെ കുഞ്ഞുങ്ങൾ വലയിൽ കിടന്ന് പിടയുന്നു. പിന്നെ ഒട്ടും ചിന്തിച്ചില്ല. കുഞ്ഞുങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം അവളെയും ആ കെണിയിലേക്ക് നയിച്ചു. അവളും സ്വയം ആ വലയിൽ ചെന്നു വീണു. തന്റെ ലോകം മുഴുവൻ ഒരു നിമിഷം കൊണ്ടില്ലാതായത് കണ്ട അച്ഛൻ പ്രാവ് തകർന്നുപോയി. ഭാര്യയും മക്കളുമില്ലാതെ ഇനി എനിക്ക് ജീവിതമില്ല. ആ ദുഃഖത്തിൽ വിവേകം നഷ്ടപ്പെട്ട് ആ പാവം പ്രാണിയും അതേ വലയിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചു. അപ്പോ ആസക്തി നമ്മളെ നാശത്തിലേക്ക് നയിക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് മോചനം? ഇതിനുള്ള ഉത്തരമായി കൃഷ്ണൻ പറയുന്നത് പിങ്കള എന്ന ഒരു വേശ്യയുടെ കഥയാണ്. പ്രതീക്ഷകൾ ഉപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്നതിന്റെ ഒരു കഥ. ആ രാത്രി പിങ്കള തന്റെ വീട്ടുവാതിൽക്കൽ കാത്തിരുന്നു. നല്ലൊരിടപാടുകാരൻ വരും, പണം കിട്ടും, സന്തോഷിക്കാം, ഇതായിരുന്നു അവളുടെ പ്രതീക്ഷ. പക്ഷേ സമയം കടന്നു പോകുന്തോറും അവളുടെ പ്രതീക്ഷ നിരാശയായി, പിന്നെ പതിയെ ഉത്കണ്ഠയായി മാറാൻ തുടങ്ങി. ആ രാത്രിയിലെ കടുത്ത നിരാശയുടെ ഒരു ഘട്ടത്തിൽ അവൾക്കൊരു സത്യം മനസ്സിലായി. തന്നെ വേദനിപ്പിക്കുന്നത് പുറത്തുള്ള ആരുമല്ല, മറിച്ച് പണത്തിനും സുഖത്തിനും വേണ്ടിയുള്ള തന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ തന്നെയാണ്. ആ തിരിച്ചറിവ് ഒരു മിന്നൽ പോലെയായിരുന്നു. ആ നിമിഷം അവളുടെ എല്ലാ ഉത്കണ്ഠകളും മാറി. ആദ്യമായി അവൾ യഥാർത്ഥ സന്തോഷമെന്താണെന്ന് അനുഭവിച്ചു. കണ്ടില്ലേ, ഒരേ ലോകത്ത് രണ്ട് വഴികൾ. പ്രാവിന്റെ സ്നേഹം ആസക്തിയായി മാറിയപ്പോൾ അതൊരു ബന്ധനമായി. എന്നാൽ പിങ്കളയുടെ നിരാശ വിരക്തിയായി മാറിയപ്പോൾ അത് മോക്ഷമായി. കൃഷ്ണന്റെ ആദ്യത്തെ പാഠം ഇതാണ്: ബന്ധനവും മോക്ഷവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോ ഈ വിരക്തി അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? അതിനായിട്ടൊരു പ്രത്യേക ഗുരു വേണോ? കൃഷ്ണൻ പറയുന്നു, വേണ്ട. ഈ ലോകം മുഴുവൻ നമ്മുടെ ഗുരുവാണ്. അതിന് ഉദാഹരണമായി ഒരു അവധൂതന്റെ കഥ പറയാം. പ്രകൃതിയെയും ജീവിതത്തെയും നിരീക്ഷിച്ചു മാത്രം ജ്ഞാനം നേടിയ ഒരു സന്യാസി. ആ അവധൂതന് ഒന്നോ രണ്ടോ അല്ല, ഈ ലോകത്തെ നിരീക്ഷിച്ചതിലൂടെ 24 ഗുരുക്കന്മാരെയാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ ലിസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ. ഭൂമി, സമുദ്രം, തേനീച്ച, പെരുമ്പാമ്പ്, എന്തിനധികം നമ്മൾ കുറച്ചു മുൻപ് കേട്ട പിങ്കളയും ഒരു അമ്പ് നിർമ്മിക്കുന്നയാളും വരെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇതിൽ നിന്നെന്താണ് മനസ്സിലാക്കേണ്ടത്? ജ്ഞാനം എവിടെയും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ഈ ലിസ്റ്റിൽ ഒരു പക്ഷേ ഏറ്റവും വിചിത്രമായി തോന്നുന്നത് ചിലന്തിയാവാം, അല്ലേ? വെറുമൊരു ചിലന്തിക്ക് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെപ്പറ്റി എന്തു പഠിപ്പിക്കാൻ കഴിയും? ഇതിലെ ആശയം അതിമനോഹരമാണ്. ഒരു ചിലന്തി സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ വല നെയ്യുന്നു, അതിൽ ജീവിക്കുന്നു, അവസാനം അതിനെ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നു. അതുപോലെയാണ് ഈ പ്രപഞ്ചവും. ദൈവം ഈ പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് സൃഷ്ടിക്കുന്നു, അതിനെ നിലനിർത്തുന്നു, അവസാനം തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. അതായത് സൃഷ്ടാവും സൃഷ്ടിയും ഒന്ന് തന്നെ. അപ്പോ നമ്മൾ ആസക്തി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു, ലോകത്തെ ഗുരുവായി കണ്ട് ജ്ഞാനം നേടുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി.
പക്ഷെ ഇതെല്ലാം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കൃഷ്ണൻ പറയുന്നു, ഇതെല്ലാം ഒരൊറ്റ പരമമായ പാതയിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. ഇവിടെയാണ് ഭക്തിയോഗയുടെ പ്രസക്തി. ഉദ്ധവന്റെ ചോദ്യത്തിനുള്ള കൃഷ്ണന്റെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. ഇത് ശൂന്യതയെക്കുറിച്ചല്ല, മറിച്ച് വിരക്തിയിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒഴിഞ്ഞ ഇടം നിരുപാധികമായ ദൈവിക സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതിനെക്കുറിച്ചാണ്. കൃഷ്ണന്റെ അന്തിമ ഉപദേശം ഇതാണ്: ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവും ലക്ഷ്യവുമാണ്. ഇതിനർത്ഥം ദൈവം എവിടെയോ ദൂരെയുള്ള ഒന്നല്ല. ഭക്തിയുടെ കാതലെന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാറ്റിലും, ഓരോ ജീവിയിലും ആ ദൈവികതയെ തിരിച്ചറിയുക എന്നതാണ്. ഭക്തിയോഗ എന്നാൽ വളരെ ലളിതമാണ്. ഒരു മാലയിലെ ഓരോ മുത്തുകളെയും കോർത്തിണക്കുന്ന ഒരു നൂലുണ്ടല്ലോ, അതുപോലെ ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളിലും ഒരേ ദൈവിക ചൈതന്യം കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കലാണ് ഭക്തി. ഒരു സുഹൃത്തിലും ശത്രുവിലും ഒരു ദേവനിലും ഒരു നായയിലും ആ ഒരേ സത്യത്തെ ദർശിക്കാൻ കഴിയണം. ഉദ്ധവഗീതയിലെ സന്യാസിക്ക് 24 ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഈ പാഠം നമുക്കും ജീവിതത്തിൽ പകർത്താം. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു പുഴയോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയോ നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ കാത്തിരിക്കുന്നുണ്ടാവാം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആരായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആ 25ാമത്തെ ഗുരു?